നമുക്കിന്ന് കല്യാണത്തിന് വിളമ്പുന്ന പൊരിച്ച കോയിന്റെ കല്യാണ ബിരിയാണി ഉണ്ടാക്കിയാലോ? ഇത് ശരിക്കും എൻ്റെ ഇത്താത്തയുടെ കല്യാണത്തിന് വന്ന പാചകക്കാരൻ്റെ നിന്ന് അടിച്ചു മാറ്റിയ റെസിപ്പിയാണേ. ഇത് കല്യാണ ബിരിയാണി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം കോഴി പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പെരുംജീരകവും തൈരും കോൺഫ്ലവറും അരിപ്പൊടിയും കുറച്ച് വിനാഗിരിയും ചേർത്ത് ഇറച്ചി നന്നായിട്ട് തിരുമ്മി 1 മണിക്കൂറത്തേക്ക് മാറ്റിവെക്കാം. എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ഓരോ ചിക്കൻ പീസ് വിട്ട് നല്ല പോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇറച്ചി വറുത്ത് മാറ്റി വെച്ച അതേ എണ്ണയിലേക്ക് ആവശ്യത്തിനുള്ള സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും റോ സ്പൈസസും പച്ചമുളകും മല്ലിയില അരച്ച പേസ്റ്റും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരേക്കും നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളി അരിഞ്ഞതും കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പെരുംജീരകവും കുറച്ച് ടൊമാറ്റോ സോസും തൈരും ചേർത്ത് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ പൊരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന കോഴി കൂടെ ചേർത്താൽ നമ്മുടെ കല്യാണ ബിരിയാണിക്കുള്ള മസാല റെഡി. ഇനി നമ്മുടെ ചോറ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള നെയ്യും ഗ്രാമ്പുവും കറുവപ്പട്ടയും ബേലീഫും ഒക്കെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇറക്കി വെച്ച് കൃത്യം ഒരു 13 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും മല്ലിയിലയും ഫ്രൈഡ് ഓണിയൻസും ഒക്കെ കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് ദമ്മിട്ടെടുത്തു കഴിഞ്ഞാൽ കല്യാണ വീട്ടിലുണ്ടാക്കുന്ന അതേ കല്യാണ ബിരിയാണി പൊരിച്ച കോയിൻ്റെ കല്യാണ ബിരിയാണി റെഡി. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ.